ഹലോ ഹായ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദോശയ്ക്കും ഇഡലിക്കും പറ്റിയൊരു ചട്നി നമുക്ക് ഉണ്ടാക്കിയാലോ? ടൊമാറ്റോ ചട്നി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം, വാ. സാധനങ്ങൾ: 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്, പിന്നെ ഒരു 10 ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില, 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 വറ്റൽമുളക്, ഒരു ചെറിയ ഉണ്ട പിഴുപുളി. നമ്മളൊരു തവ വെച്ചിട്ട് നമ്മൾ നല്ലെണ്ണയാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. നല്ലെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ വെളുത്തുള്ളി ഇട്ടേ, കറിവേപ്പില ഇട്ടു, ഇഞ്ചി, ചുവന്നുള്ളി, വറ്റൽമുളക്. ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാതെ. നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട് ഇതിനൊരു കളറിന് വേണ്ടി. കുറച്ച് കായം, അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത്, ഇത് നല്ലോണം ടൊമാറ്റോ ഒക്കെ നല്ലോണം വെന്തുടയണം. ആ ചുമന്നുള്ളിയും നല്ലോണം വഴണ്ട് കിട്ടുന്നിടം വരെ നമ്മൾ വഴറ്റണം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്താണ്, കല്ലുപ്പ് കുറച്ചിട്ട്. കുറച്ച് നേരം അടച്ചു വെച്ച് ആ ടൊമാറ്റോ ഒക്കെ വേകുന്നിടം വരെ നമുക്ക് വേവിക്കാവേ. തക്കാളിയൊക്കെ കുറച്ചുകൂടെ വേകാനുണ്ട്. നമ്മൾ ആ പിഴുപുളി ആഡ് ചെയ്ത്, നമ്മളെടുത്ത് വെച്ചിരുന്ന പിഴുപുളി, വാളൻപുളി. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിക്കകത്ത് അരച്ചെടുക്കാവേ. മിക്സിക്കകത്ത് ഇട്ട് അരച്ചെടുക്കാനായിട്ട് പോവാണ്. തണുത്തതിന് ശേഷമേ നമ്മൾ മിക്സിക്കകത്ത് ഇട്ട് അരയ്ക്കാവേ. നമ്മൾ മിക്സിക്കകത്ത് അരച്ചെടുത്ത ചട്നിയാണ് ഇത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ്. ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഇഡലി. ഇത് വഴറ്റിയൊക്കെ എടുത്തുകൊണ്ട് ഇത് പെട്ടെന്നൊന്നും കേടായി പോകത്തില്ല. ഇത് അടച്ചൊരു കണ്ടെയ്നറിനകത്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്നാൽ പിന്നെ ആയാലും നമുക്കിത് ഉപയോഗിക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. സന്തോഷമായിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാമേ.